വചനപ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം ദാനമായി നൽകിയ ഈ കർത്തൃദിവസത്തിനായി സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നതാണ്. ലേവ്യ പുസ്തകം 23 അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ ആചരിക്കേണ്ട മൂന്നാമത്തെ പെരുന്നാളിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ആദ്യത്തേതായ പെസഹയും അതേ തുടർന്ന് വരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആചരിക്കുന്നൊരു വ്യക്തി കുഞ്ഞാടിൻ്റെ രക്തം മൂലം ലഭിച്ച വലിയ വിടുതലിനെ ഓർത്തുകൊണ്ട് വിശുദ്ധമായ ജീവിതത്തിന് തന്നെ സമർപ്പിക്കുന്നു. അതിന് നിദാനമായി തുടർന്നു വരുന്ന പെരുന്നാളാണ് ആദ്യഫല പെരുന്നാൾ. ശബത്തിൻ്റെ പിറ്റേന്നാളായ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലാണ് ഇത് ആചരിക്കേണ്ടത്. ഇസ്രായേൽ ജനം മരുഭൂമി യാത്ര കഴിഞ്ഞ് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെത്തി. അവിടെ കൃഷി ചെയ്തു. കൊയ്ത്ത് ആരംഭിക്കുവാൻ സമയമായി. അങ്ങനെ ആദ്യമായി കൊയ്തെടുത്ത കറ്റ അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നീരാജനം ചെയ്യുകയാണ്. മറ്റനേക കറ്റകൾ കൊയ്യുവാനുണ്ടെങ്കിലും ആദ്യഫലക്കറ്റയ്ക്ക് മാത്രമാണ് സകലരും കാണെ ഉയർത്തി വീശുവാനുള്ള സൗഭാഗ്യം ലഭിച്ചത്. അത് ഇസ്രായേല്യർക്ക് ഒരു ഉത്സവമായിരുന്നു. എത്രയോ നാളുകളായി അവർ അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്നും വിടുതൽ ലഭിച്ചുവെങ്കിലും മരുഭൂമിയിലെ 40 വർഷത്തെ യാത്ര വളരെ ക്ലേശഭൂയിഷ്ടമായിരുന്നു. ഇപ്പോൾ അതും അവസാനിച്ചു. അവർ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെത്തി. സ്വന്തമായി കൃഷി ചെയ്തു, വിളവെടുത്തു. അതിലാദ്യത്തെ കറ്റ ദൈവത്തിന് അർപ്പിക്കുന്നതിനുള്ള സന്തോഷം അതിരറ്റതായിരുന്നു. ഇതിൻ്റെ പൊരുൾ 1 കൊരിന്ത്യർ 15 അധ്യായം 23 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. പുനരുത്ഥാനത്തിൻ്റെ നിരകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിനുശേഷം ക്രിസ്തുവിനുള്ളവരും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ഒടുവിലത്തെ നിരയിൽ ക്രിസ്തുവിലല്ലാത്തവർക്കുള്ള പുനരുത്ഥാനം. അവരും പുനരുത്ഥാനം പ്രാപിക്കുമെങ്കിലും അവർ നിത്യനാശത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരുവെഴുത്തമ്മയെ ഓർപ്പിക്കുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് 1 കൊരിന്ത്യർ 15 അധ്യായം. യേശു ക്രിസ്തു മരിച്ചവൻ മാത്രമല്ല, മരിച്ചവരിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടുവെങ്കിലും അരിമത്യക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തെങ്കിലും മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിനാധാരം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ വിശ്വാസത്തിന് ആധാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് സ്ഥാപിക്കുവാൻ ക്രിസ്തുവിൻ്റെ ശരീരമാരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കള്ളക്കഥ അന്ന് തന്നെ പറഞ്ഞുണ്ടാക്കി. ഇന്നും യേശു മരിച്ചിട്ടില്ലെന്നും യേശുവിന് പകരം മറ്റാരെയോ ആണ് ക്രൂശിച്ചതെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ശക്തമായ കാവൽ കൂട്ടവും റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും കല്ലറ വാതുക്കൽ ഉരുട്ടിവെച്ചിരുന്ന വലിയ കല്ലും മറികടന്ന് ശരീരം മോഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ ലജ്ജാകരം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതകളും ഉരുട്ടിമാറ്റിയിരുന്ന കല്ലും ചുരുട്ടിവെച്ചിരുന്ന ശീലകളും കോടാനുകോടികളുടെ വിശ്വാസവും ഒക്കെ നിഷേധിച്ചിട്ട് വേണം യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് സമർത്ഥിക്കുവാൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവ് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടുള്ള സാധ്യതകൾ വളരെയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. മാത്രമല്ല, അത് സുവിശേഷത്തിൻ്റെ ആണിക്കല്ലാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അപ്പോസ്തലന്മാർ തുടങ്ങിവെച്ച സുവിശേഷ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അനേകർ അതിലൂടെ ആത്മരക്ഷ കണ്ടെത്തുന്നു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരു വിശ്വാസിക്ക് വിജയകരമായി ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയുന്നു. റോമർ 6:4 ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. യേശു പുനരുത്ഥാനം ചെയ്തതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്കും പുനരുത്ഥാനം ലഭിക്കുമെന്നതിൻ്റെ ഉറപ്പ് ലഭിക്കുന്നു.
യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. പ്രിയരെ, ആദ്യഫലമായി നമ്മുടെ കർത്താവ് ഉയർത്തതുകൊണ്ട് ഇനി പുനരുത്ഥാനത്തിൻ്റെ വലിയ കൊയ്ത്ത് നടക്കുവാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർ പുനരുത്ഥാനം ചെയ്യും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടവൻ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇങ്ങനെ കർത്താവിനോടുകൂടി എപ്പോഴും ആയിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ മഹത്വത്തിൻ്റെ മുന്നോടിയാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. അല്പസമയത്തേക്ക് താഴ്ച ഭവിച്ചവനെങ്കിലും മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് സർവ്വമഹത്വത്തിനും യോഗ്യനാണ്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് ഏറ്റുപറയുന്ന ഈ കർത്താവിൻ്റെ പാദത്തിൽ നമുക്ക് സർവ്വമഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുനരുത്ഥാനത്താൽ ഞങ്ങളെയും രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന ആ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പും അങ്ങയുടെ പുനരുത്ഥാനത്താൽ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് സ്തോത്രം. സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.